14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ തിരുവനന്തപുരം ചാല സ്വദേശിക്ക് 63 വർഷം കഠിന തടവ്. 20 വയസ്സുകാരനാണ് പ്രതി. തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതിയുടേതാണ് നിർണായകമായ വിധി ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ MS ചേരുന്നുണ്ട്. വീണ, എന്തൊക്കെയാണ് കോടതി വിധിയിൽ പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിഷ്ണു. അതായത് 14-കാരിയാണ് ഒരു 20-കാരൻ പീഡിപ്പിച്ച് 63 വർഷം കഠിന തടവിനാണ് തിരുവനന്തപുരം അതിവേഗ പോസ്കോ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ശിക്ഷയിൽ 55,000 രൂപ പിഴ ഒടുക്കണമെന്ന് കൂടി എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വളരെ ഇന്നേറെ ചർച്ച ചെയ്ത് തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു വിധിയാണ് ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ 2022 നവംബർ 9-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 14 വയസ്സുകാരിയായിരുന്നു ഈ പെൺകുട്ടി. ഈ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്നു 20-കാരൻ. ചാല സ്വദേശിയാണ് ഇയാൾ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. സൗഹൃദം നടിച്ച് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് ഈ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം ഈ കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. ഡോക്ടറുടെ പരിശോധനയിലാണ് കുട്ടി പീഡനത്തിന് ഇരയായി എന്നുള്ള വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നതും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതും. തുടർന്ന് ഈ കുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കി. ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയെ, പ്രായത്തെയും ആരോഗ്യത്തെയും കണക്കിലെടുത്ത് അതീവ സുരക്ഷയിലാണ് ഈ ഒരു ഡോക്ടർമാർ ഗർഭചിത്രം നടത്തിയത്. ഗർഭചിത്രം നടത്തിയതിനു ശേഷം ഈ പെൺകുട്ടിയുടെയും പ്രതിയുടെയും രക്തസാമ്പിളുകളും ഭ്രൂണത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ഈ ഭ്രൂണം ഈ പെൺകുട്ടിയുടെയും പ്രതിയുടേതുമാണെന്നുള്ള ശാസ്ത്രീയ തെളിവ് കൂടി ലഭിച്ചത്. ഈ ശാസ്ത്രീയ തെളിവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം അതിവേഗ പോസ്കോ കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. 20-കാരൻ. എന്നാൽ ഈ ഒരു സംഭവത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിനു മുമ്പും ഈ പ്രതിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു. അതും പരാതിയുമായി നൽകിയത്. ഇത്തരത്തിൽ കുട്ടിയെ മുൻപും പീഡിപ്പിച്ചിരുന്നു. ആ പീഡിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ തുടർന്നാണ് വീണ്ടും ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഈ കുട്ടിയെ വീണ്ടും ഉപദ്രവിച്ചത്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം അതിവേഗ പോസ്കോ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതിക്കെതിരെ 63 വർഷം കഠിന തടവും അനുഭവിക്കണമെന്നും ഒപ്പം തന്നെ 55,000 രൂപ പിഴ ഒടുക്കണമെന്നും ഈ 55,000 രൂപ പിഴ ഒടുക്കാത്ത പക്ഷം 3 വർഷം ശിക്ഷയും 6 മാസക്കാലം കൂടി തടവ് അനുഭവിക്കണമെന്നുകൂടി കോടതി ഉത്തരവിൽ പറയുന്നുണ്ട് വിഷ്ണു.